ഹായ് ഗായ്സ്, കൊറിയൻസുകാരെ പോലെ അടിപൊളിയായിട്ട് ക്ലിയർ ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മഴക്കാലത്തിന് പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെമഡിയാണ് കേട്ടോ. വളരെ ഈസിയാണ്. വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോപ്പി സീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോപ്പി സീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്ത് തരം പാടുകളായിക്കോട്ടെ അതെല്ലാം ഫെയ്ഡ് ഔട്ട് ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആക്കി വെക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടിക്കൊണ്ടുവരാനായിട്ടും ഈ ഒരു പോപ്പി സീഡ്സിന് കഴിവുണ്ട്. എക്സിമ പോലെയുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു പോപ്പി സീഡ്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് ഈ ഒരു പോപ്പി സീഡ്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പോപ്പി സീഡ്സ് കുറച്ചധികം വാങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം എടുത്തിട്ട് മിക്സി ബൗളിൽ അതൊന്ന് പൊടിച്ച് എടുത്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് മാക്സിമം ഇത് നല്ല രീതിക്ക് പൊടിഞ്ഞ് അരഞ്ഞ് വരണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇത് നമ്മളൊരു പേപ്പറിനകത്താക്കിയിട്ട് ഇടികല്ല് ഉപയോഗിച്ച് നല്ല ചതച്ച് ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുതിർത്തി എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുതിർത്തുന്ന സമയത്ത് നമ്മളിത് തലേന്ന് രാത്രി തന്നെ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഇച്ചിരി അളവ് കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ മിക്സി ബൗളിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുതിർക്കാനായിട്ട് ടൈം കൊടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ തലേന്ന് രാത്രി തന്നെ കുതിർത്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ വേണം എടുക്കാനായിട്ട് കേട്ടോ. ആ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനിവിടെ കുതിർത്തി എടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ തിളപ്പിച്ച് ഞാൻ പാലിതും വറ്റിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് തിള മാത്രം വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് അത് പിന്നീട് ഞാൻ മിക്സി ബൗളിനകത്തിട്ട് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ആലുവേറ ജെല്ലാണ്. ആലുവേറ പ്ലസ് നമ്മുടെ സാഫ്രോൺ കുങ്കുമപ്പൂടെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1 മുതൽ 2 ടീസ്പൂൺ വരെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഈ ഒരു പോപ്പി സീഡ്സ് നന്നായിട്ട് മഷി പോലെ അങ്ങ് അരച്ച് കൊണ്ടുവരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിക്ക് കുതിർത്തി എടുത്തതിന് ശേഷം വേണം നിങ്ങൾക്ക് ചെയ്യാൻ. അതല്ലെങ്കിൽ നിങ്ങൾ മിക്സി ബൗളിനകത്ത് പൊടിച്ചിട്ട് അല്പം നേരം കുതിർത്തിയാൽ മതി. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരാണത് ട്രൈ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ തേൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹണി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു ആലുവേറ ജെല്ലിന് പകരം നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് മഷി പോലെ അങ്ങ് അരച്ച് കൊണ്ടുവരാണ് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം വരെ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ആരും ഒത്തിരി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഒരു ബോട്ടിൽ നിങ്ങൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം അല്പം എടുത്തിട്ട് ആ ഒരു ടൈമിങ്ങിൽ പെട്ടെന്ന് കുതിർത്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ടൈം എടുത്ത് കുതിർത്തതിന് ശേഷമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 3 ദിവസം നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ ഒരുമിച്ച് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 1 മാസം വരെ അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ നമുക്ക് ഈ ഒരു പൗഡർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പുറത്തേക്കാണെങ്കിൽ 1 മാസം വരെ കേട്ടോ. നനവില്ലാത്ത സ്പൂണൊക്കെ ഉപയോഗിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ തന്നെ ഇരിക്കും നമ്മൾ പൗഡറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടി ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് ആദ്യം നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് വേണമെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. അതിനകത്തുള്ള ചെറിയ തരിതരിയായിട്ടുള്ള കാര്യങ്ങളിൽ മൈൽഡായിട്ടുള്ളൊരു നമുക്കൊരു സ്ക്രബ് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ 1 തവണ, അപ്പോൾ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാരൊക്കെ നമുക്കിതിനകത്ത് ആഴ്ചയിൽ 1-2 തവണ അപ്ലൈ ചെയ്താൽ മതി. അതല്ല ഓയിൽ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 3 തവണ വരെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം ഫേസിൽ വയ്ക്കുക. എന്നതിന് ശേഷം പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊരു ഗ്ലോയിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ആ ഒരു ഫീൽ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ പാടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫെയ്ഡ് ഔട്ട് ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണത്തേക്ക് എനിക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.